അൽ ബഖറയും ആലു ഇമ്രാനുമൊക്കെ പരലോകത്ത് രണ്ട് മേഘത്തണലുകളായി വരും. മനുഷ്യർക്ക് കാവൽ നൽകുവാൻ, അഥവാ അത് നിത്യം ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾക്ക് പരലോക കോടതിയുടെ അതികഠിനമായ ഉഷ്ണത്തിൽ നിന്ന്, ചൂടിൽ നിന്ന് ശമനം നൽകുന്ന ആ നിലക്കുള്ള പ്രത്യേകമായ മേഘക്കുടകളായി, അതല്ലെങ്കിൽ ഒരു പറ്റം പക്ഷിക്കൂട്ടങ്ങളായി കൊണ്ട് അതവന് തണൽ നൽകുവാൻ വേണ്ടി മഹ്ശറിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, തുഹാജ്ജാനി അൻ സാഹിബിഹിമാ, ആ വചനങ്ങൾ അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറ, ആ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രത്യേകമായ അധ്യായത്തിലൂടെ അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ആ അധ്യായം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാദിക്കുമെന്നും പ്രത്യേകം റെക്കമെൻഡ് പറയുമെന്നും ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്.